ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നത്തെ ദിവസം തുടങ്ങിയതേ ഉള്ളൂ. എഴുന്നേക്കാൻ വൈകി പോയി. ഇന്നലെ ക്ലാസ്സൊക്കെ ഉണ്ടായിരുന്നു. ക്ലാസ് ഇന്നലത്തോടെ കഴിഞ്ഞ് ഇനി ഫുള്ള് എക്സാമും കാര്യങ്ങളൊക്കെയാണ്. അതെ, ഇപ്പോൾ എഴുന്നേറ്റതേ ഉള്ളൂ. അപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം, പല്ല് തേക്കണം, ചായ കിടണം. അതിലോട്ട് കിടക്കാം നമുക്ക്. നമ്മൾ പല്ല് വെച്ചു, ഇനി തല എണ്ണ വെച്ചു, ഇനി ചായ ഉണ്ടാക്കണം. ചായ ലെറ്റ്സ് ഗോ. ചായ ഉണ്ടാക്കാൻ ചെറിയ കിച്ചണാണ്. ചായപാത്രം, ഇനി നമുക്ക് പാലെടുക്കണം. ബാക്കി സാമഗ്രികൾ ചായപ്പൊടി പഞ്ചസാര, ബൂസ്റ്റിന് കുപ്പിയാണ്. കുറച്ച് മതി, പഞ്ചസാര കുറച്ച് മതി. ചെറിയ രീതിയിൽ നമ്മൾ വർക്കൗട്ടൊക്കെ ചെയ്യുന്നുണ്ട് വീട്ടിലിരുന്നിട്ട്. അപ്പം അതിനനുസരിച്ചുള്ള റിസൾട്ടൊക്കെ ഉണ്ട്. വർക്കൗട്ടൊക്കെ ചെയ്ത് ഈ ഒരു മാസം, അതായത് ജൂൺ മാസം ഏകദേശം കുറച്ച് വർക്കൗട്ട് ചെയ്തു. വർക്കൗട്ട് പറഞ്ഞാൽ വാമപ്പ് ചെയ്യുക, ചെറിയ ഗ്രൗണ്ട് എക്സസൈസ്, അത്ര തന്നെ. പിന്നെ ഇവിടെ 5 ലിറ്ററിൻ്റെ വെള്ളമുണ്ട്, 6 ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ ക്യാൻ. അതിൽ വെള്ളം നിറച്ചിട്ട് കുറച്ച് കൈകൾക്കും കുറച്ച് ഇത് കൊടുക്കും, എക്സസൈസ്. അന്നപ്പോൾ ഫുഡും കുറച്ച് ചെറിയ രീതിയിൽ കൺട്രോൾ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നോക്കുമ്പോൾ 2-3 ദിവസം മുന്നേ നോക്കുമ്പം വെയിറ്റ് 4 കിലോ കുറഞ്ഞുണ്ട്. ഓക്കെ, 4 കിലോ. വെയിറ്റ് എത്രയാണ് ഇപ്പോൾ നിങ്ങൾ ഗസ് ചെയ്യും. കമൻറ്റ്. ഓക്കെ, സെറ്റല്ലേ? ഇനി ചായ സെറ്റാക്കിയതിനു ശേഷം വേണം തല എണ്ണ വെച്ചല്ലോ, അത് കുറച്ച് നേരം പിടിക്കട്ടെ. അത് കഴിഞ്ഞ് കുറച്ച് നേരം എന്തെങ്കിലും വായിക്കണം. കാരണം 8ാം തീയതി മുതൽ എക്സാമാണ്, 8 ഫൈനൽസ് ഫസ്റ്റ് ഇയറിൻ്റെ. അപ്പം 8ാം പരീക്ഷയ്ക്ക് കുറച്ച് പ്രിപ്പയർ ചെയ്യണം. പിന്നെ വീട്ടിൽ വിളിക്കണം. വീട്ടിൽ കുറേ ഇതിലൊക്കെ ആണ് ഇപ്പം. അപ്പം വീട്ടുകാരെ വിളിക്കണം. പിന്നെ കുളിച്ച് കഴിയണം. കാണിച്ചു തരാം, ഒക്കെ വഴിയെ കാണിച്ചു തരാം. ഓക്കെ, യെസ്, ഇതാണ് നമ്മളെ സ്റ്റഡി ടേബിൾ സെറ്റല്ലേ. അസ്യൂസിൻ്റെ ലാപ്പാണ്. ഇതിലാണ് നമ്മൾ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇതാണ് ഞങ്ങൾ പഠിക്കുന്ന ബുക്ക്, അനാട്ടമി. നമുക്ക് അനാട്ടമിക്ക് വേറെ, ഫിസിയോളജിക്ക് വേറെ, ഹിസ്റ്റോളജിക്ക് വേറെ, ഒബ്വിയസ്ലി. അങ്ങനെയാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ തിങ്കളാഴ്ച 8ാം തീയതി വരുന്നത് ഹ്യൂമൻ ബോഡി എന്നാണ് എക്സാം. അതിലാണ് അനാട്ടമി വരും, ഫിസിയോളജി വരും, ഹിസ്റ്റോളജി വരും. അത് കഴിഞ്ഞിട്ട് ബയോകെം ഉണ്ട്. അത് 9ാം തീയതി വരുന്നത്. ഇപ്രാവശ്യത്തെ ടൈം ടേബിൾ ഭയങ്കര സീനാണ്. അതായത് 8ാം തീയതി, 9ാം തീയതി, 10ാം തീയതി, 11ാം തീയതി, ഈ 4 ദിവസം അടുപ്പിച്ച് എക്സാം. അത് കഴിഞ്ഞിട്ട് വരുന്നത് 14, 16, 17 അടുപ്പിച്ച് എക്സാം. പിന്നെ 17 കഴിഞ്ഞിട്ട് 23ാം തീയതിയാണ് എക്സാം. 18, 19, 20, 21, 22, 23, 6 ദിവസത്തെ ലീവ്, അല്ല 5 ദിവസത്തെ ലീവ്. അതും ആ എക്സാമിന് ആവശ്യമില്ലാത്തൊരു ലീവും. നമുക്ക് എലക്റ്റീവ് സബ്ജക്റ്റാണ് അത്, മെയിൻ സബ്ജക്റ്റ് അല്ല. മറ്റുള്ള സബ്ജക്റ്റൊക്കെ മെയിൻ സബ്ജക്റ്റാണ്. അതിന് നിസ്സാരമായ സബ്ജക്റ്റിന് 5 ദിവസത്തെ ലീവ്. അപ്പോൾ ഗൈസ്, ഞാൻ വീട്ടിൽ വിളിച്ചു. പിന്നെ കുറച്ച് നേരം ഇരുന്ന് വായിച്ചു, 1-1.5 മണിക്കൂറോളം ഇരുന്ന് വായിച്ചു. നോട്ട്സ് ഒന്നും എഴുതാറില്ല, പിന്നെ കുറച്ച് നോട്ട്സൊക്കെ എഴുതി വെച്ചു. പിന്നെ കുളിക്കാൻ ടൈമായി. കുറേ നേരമായി തലയിൽ എണ്ണ വെച്ചിട്ട്. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതാണ് ഔട്ട്ഫിറ്റ്. കുളിച്ചു, മുടി ചീകി, ക്രീമൊക്കെ ഇട്ടു, ഡ്രസ്സ് മാറി. ഇനി കിച്ചണിൽ കയറുക. സെറ്റ് നമുക്ക് അറിയില്ലേ, ചപ്പാത്തിക്കുള്ള സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. ചപ്പാത്തിക്ക് ഉള്ളത് ഞാൻ ഓൾറെഡി കുഴച്ച് വെച്ചതാണ്. കുഴപ്പമില്ല. യെസ്,
അങ്ങനെ ചപ്പാത്തി മാവിനോടുള്ള മൽപ്പിടുത്തത്തിന് ശേഷം ചപ്പാത്തീൻ്റെ ഷേപ്പ് നോക്കണ്ട, ഏകദേശം ഒരു സംഗതി ആയിട്ടുണ്ട്. ജസ്റ്റ് പേരിനൊരു എണ്ണ വെച്ച് കൊടുക്കാം, പേരിന്. ഇങ്ങനെയൊക്കെയാണ് പുറത്ത് പഠിക്കണത്. അതൊന്നും പറയല്ലോ, ഒരു വിഭാഗം ആൾക്കാർ പുറത്ത് പഠിക്കണതോ പണിയെടുക്കണതോ എന്തും ഉണ്ടാവും. സൂപ്പർ. എന്നിട്ട് നമ്മളുണ്ടോ തളരണ്? കുറേ സ്റ്റുഡൻസ് ഉണ്ട് ഇവിടെ പഠിക്കാൻ, നാട്ടിൽ നിന്നായാലും പുറത്തുനിന്ന് രാജ്യത്തു നിന്നായാലും പിന്നെ മലയാളത്തിൽ നിന്ന്. ഞാൻ പെട്ടത് കുറച്ച് ഗരം മസാല, കുറച്ച് മീറ്റ് മസാല, ഒരു ചെറിയ വളരെ തുള്ളി മല്ലിപ്പൊടി, കഴിക്കാൻ പാടില്ല, ചിക്കൻ മസാല കുറച്ച്, പിന്നെന്താ നാട്ടിൽ നമ്മൾ അരച്ചത് കേട്ടോ, പൊടിച്ചത് ഇത്ര എടുക്കണേ, കുറച്ച് ഇല്ല നല്ലത്. സെറ്റ് മാറ്റാം. ടേസ്റ്റ് ഞാൻ ഇപ്പം തന്നെ ചെറിയ പീസ് ടേസ്റ്റ് തരാം. തള്ളി മറിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കറി സൂപ്പറാണ്, ടേസ്റ്റ് ഉണ്ട്. ഞാൻ അപ്പം എടുത്ത ചപ്പാത്തി വേണേൽ കുറച്ചുകൂടി വേവായിരുന്നു സൈഡ്, പക്ഷേ കറി നല്ല രസമുണ്ട്. ഒരു 10ൽ 8 9 കൊടുക്കാം. ഓക്കെ, ഇനി കഴിക്കട്ടെ, കാണാം. ഗൈസ്, ഇന്ന് നല്ലൊരു ബോറിങ് ഡേ ആയിരുന്നു. റൂമിൽ നിന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പോൾ നടക്കാൻ വന്നതായിരുന്നു. ഒരു 2-3 കിലോമീറ്റർ നടന്നു. സമയം 8:23 രാത്രി. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. യെസ്, അത്രയേ ഉള്ളൂ. വളരെ നല്ല ബോറിങ് ഇതായിരുന്നു ഇന്നത്തെ വ്ളോഗ്. അപ്പം അടുത്ത വട്ടം നല്ല അടിപൊളി കണ്ടൻറ്റായി വരാൻ മാക്സിമം നോക്കാം. അതുവരേക്കും ബൈ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കൂടുക. ഓക്കെ, ബൈ.